ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2026 ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. അതിലടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലൊരു പോരാട്ടം വരാൻ പോവുകയാണ്. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ലാസ്റ്റ് സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സും RCBയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അവസാന നിമിഷം തോൽക്കുകയുണ്ടായി. അതായത് നമുക്കറിയാം, യശ് ദയാൽ അവസാന ഓവർ അറിയാൻ വരുന്നു, മഹേന്ദ്ര സിംഗ് ധോണി ഔട്ടാകും. അവിടം തൊട്ടാണ് CSK എന്ന് പറഞ്ഞ ടീമിന്റെ ഡൗൺഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കിയാൽ അറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറഞ്ഞ ടീം എത്രത്തോളം വലിയൊരു ടീമായിരുന്നു, ഇപ്പോൾ അവരെ എത്രത്തോളം താഴേക്ക് ഇറങ്ങിയെന്ന് നമുക്ക് അവിടെ തൊട്ട് മനസ്സിലാക്കാം. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ നേരിടാൻ പോകുന്നത് RCBയുടെ തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. പണ്ട് ഈ ചിന്നസ്വാമി സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പണ്ട് യെല്ലോ ജേഴ്സി ഇട്ട് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറഞ്ഞ താരത്തെ സപ്പോർട്ട് ചെയ്യാൻ വന്ന കഥകൾ പലതും നമുക്കറിയാം. പക്ഷെ അതൊക്കെ മാറി. ഇപ്പോൾ വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അത് എത്രത്തോളം വലുതാണെന്നും അത് കാരണം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്ന് പറഞ്ഞ ടീമിന് എന്തുമാത്രം ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്നും നമുക്കറിയാം. ഈ സീസണിൽ ചെന്നൈ നടത്തിയ മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് ജഡേജയെ കൊടുത്തിട്ട് പകരം സഞ്ജു സാംസണെ ടീമിലെത്തിക്കാൻ നോക്കി. ചെന്നൈ എന്ന് പറഞ്ഞ ടീമിനെ സംബന്ധിച്ച് അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും ഓപ്പണിംഗ് ഇറങ്ങുന്നു. 14 കോടി മുടക്കി അവർ 2 പേരെ വാങ്ങിച്ചു. പേര് കേൾക്കാത്ത എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ 14 കോടി കൊടുത്ത് ചെന്നൈ ടീമിലെത്തിച്ചപ്പോൾ പലരും ട്രോളി. ആദ്യത്തെ മത്സരത്തിൽ ചെന്നൈയുടെ ബാറ്റിങ് വളരെ നിരാശപ്പെടുത്തി എന്ന് പറയാം. ബോളിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ചെന്നൈ ഇത്തവണ ഏറ്റവും വീക്ക് ടീമാണെന്ന് പറയാം. ഇപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് പറയുന്ന അവരുടെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റൻ, അദ്ദേഹം കളിക്കുന്നില്ല. 7 കളികളാണ് പരിക്ക് മൂലം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്നത്. സഞ്ജു സാംസണും ഗേക്വാദും അത് കഴിഞ്ഞ് ഇറങ്ങുന്നത് മാത്രം എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്രേവിസ് ഇല്ല, കളിക്കാനില്ല, പുള്ളിക്കും പരിക്കാണ്. അത് ചെന്നൈയെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ബോളിംഗ് സൈഡ് വളരെ വീക്കാണ്. നാഥൻ എലിയസ് പോയി, പകരം ഇപ്പൊ കളിക്കുന്നവർ പലരും കളിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ എടുത്തു പറയാം. ആകെ ചെന്നൈയുടെ ബാറ്റിംഗിൽ മിഡിൽ ശിവൻ ദൂബെ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ കരുത്തുണ്ട്. അതാണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം. പിന്നെ ഓപ്പണിംഗ് സഞ്ജു സാംസൺ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇവരാരും കളിച്ചില്ലെങ്കിൽ ചെന്നൈ ഡൗൺഫോളിലോട്ട് തന്നെ പോകൊണ്ടിരിക്കും. ഇനി നമുക്ക് ചെന്നൈ വിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നോക്കാം. ചെന്നൈ വിട്ട് നമ്മൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലോട്ട് എത്തുമ്പോൾ വർഷം 2021 ശേഷം അതുവരെയുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ടീം നോക്കി നമുക്കറിയാം, ഒന്നെങ്കിൽ ടോപ്പ് ഓർഡർ ഭയങ്കര ശക്തമായൊരു ടീമായിരിക്കും, ബോളിംഗ് എന്ന് പറഞ്ഞാൽ വൻ വീക്ക് ആയിരിക്കും. ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ 2016 കപ്പടിക്കുന്ന ടീമാണ്. ആ സമയത്ത് ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്, ഞാനൊക്കെ ക്രിക്കറ്റ് കണ്ട ടൈമിൽ ബാംഗ്ലൂർ ഫൈനൽ SRH ജയിച്ച കളി എന്ന് വേണമെങ്കിൽ പറയാം. ആ സീസണിൽ നമുക്ക് ബോൾ ചെയ്യാൻ വേണ്ടി മെയിൻ ബോളർ എന്ന് വേണമെങ്കിൽ പറയുന്നത് ശ്രീനാഥ് അരവിന്ദ് ഒക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഷെയ്ൻ വാട്സൺ ഒക്കെയാണ് ബോളിംഗ് മെയിനായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്നത്. ആ സീസണിൽ ബാറ്റിംഗ് വിരാട് കോഹ്ലി എന്ന് പറയുന്ന ബാംഗ്ലൂരിന്റെ വജ്രായുധം 973 റണ്ണെടുത്ത സീസണാണ് 2016. അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടിയ ഒരു സീസൺ എന്ന് പറയുന്നത്. ആ സമയത്ത് 2016 ഡേവിഡ് വാർണർ ആയിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഏറ്റവും വലിയ വജ്രായുധം. പുള്ളി ഏതാണ്ട് 873 സംതിങ് എടുത്ത് തൊട്ടുപുറകെ ഉണ്ടായിരുന്നു. പക്ഷെ SRH കപ്പ് കിട്ടി. കാരണം ബെൻ ഗട്ടിങ്ങിന്റെ ഒരു വലിയൊരു പോരാട്ടം നമുക്ക് ഫൈനലിൽ കാണാനായിട്ട് സാധിച്ചു. ആ ഫൈനൽ എന്ന് പറഞ്ഞാൽ ഏതൊരു ബാംഗ്ലൂർ ആരാധകനും മറക്കാൻ കഴിയുന്നൊരു ഫൈനലാണ്. അന്ന് ബാംഗ്ലൂരിന് ബോളിംഗ് ഇല്ല. 2022 വരെ ബാംഗ്ലൂരിന്റെ ടീം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിന്റെ സ്റ്റാഫ് ഭയങ്കര മോശം എന്ന് വേണമെങ്കിൽ പറയാം. അവര് നല്ലൊരു ടീമിനെ ബാലൻസ് ആയിട്ട് എടുത്തിട്ടില്ല. കാരണം AB ഡിവിലിയേഴ്സ്, വിരാട് കോഹ്ലി, പിന്നെ സിറാജ്, ചഹൽ ഇവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്ലോട്ട് തികയ്ക്കാൻ വേണ്ടി ആൾക്കാരില്ല എന്നൊരു സിറ്റുവേഷനിൽ നിന്ന് ദിനേശ് കാർത്തിക് എന്ന് പറയുന്ന ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച ഒരു ബാറ്റ്സ്മാൻ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൽ എത്തുകയും അദ്ദേഹം ഓപ്ഷന് വന്ന് ടീം വിളിച്ചെടുക്കുകയും ചെയ്തതിന് ശേഷം ബാംഗ്ലൂരിനുണ്ടായ ഒരു മാറ്റം. ഇപ്പൊ നമ്മൾ കറന്റ് ഫസ്റ്റ് കളി SRH കണ്ടു. ബാംഗ്ലൂരിന്റെ ടീം എന്തോരം സ്ട്രോങ് ആണ്. ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ ഡൗട്ട് എന്ന് പറഞ്ഞാൽ 4 ഫോറിൻ പ്ലെയറിന്റെ സ്ലോട്ട് ഫില്ലാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡൗട്ട് പിടിച്ച കാര്യം. കാരണം ബാംഗ്ലൂരിനെ സംബന്ധിച്ച് 4 ഫോറിൻ സ്ലോട്ടുകൾ ഇറക്കാൻ വേണ്ടി ഫിൽ സാൾട്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. കാരണം ഓപ്പണിങ്ങിൽ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ ആണ്, 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല രീതിക്ക് കളിക്കാൻ പറ്റുന്ന ആളാണ്, ആളെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ നോക്കുമ്പോൾ ടിം ഡേവിഡ് മിഡിലെ ഒരു ഫിനിഷറാണ്, നല്ലൊരു ഇന്നിങ്സ് കളിക്കാൻ കാഴ്ചവെക്കാൻ ഒരു ശക്തിയുള്ള ഒരു പ്ലെയർ ആണ്. പിന്നെ റൊമാരിയോ ഷെപ്പേർഡ്, പുള്ളിനെ ഓൾറൗണ്ടറാണ്, നല്ലൊരു പവർ ഹിറ്ററാണ്, ബോളിങ്ങിൽ റണ്ണ് വഴങ്ങുമെങ്കിലും ഇമ്പോർട്ടന്റ് വിക്കറ്റ് അദ്ദേഹം എടുക്കും. അപ്പൊ തന്നെ 3 പേരായി. ഈയിടത്തെ കളി SRH ജേക്കബ് ഡുഫി
അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് മാച്ചിൽ 2-3 മെയിൻ വിക്കറ്റ് എടുത്തു, നല്ല പേസ്. കൂടാതെ ഹേസൽവുഡ് വരികയാണെങ്കിൽ 4 പേര് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഇനിയുണ്ട് സെമിഫൈനലിലെ വിജയ തേരാളി എന്ന് പറയുന്ന ജേക്കബ് ബദൽ. പുള്ളിനെ ഇറക്കാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് ടീം അത്രത്തോളം സ്ട്രോങ് ആണ്. അപ്പൊ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 3 ഫോറിൻ പ്ലെയറിനെ ഇറക്കുക, എന്നിട്ട് ബാറ്റിംഗ് ആദ്യം കിട്ടുകയാണെങ്കിൽ, ബാറ്റിംഗ് കൊളാപ്സ് ആകുകയാണെങ്കിൽ ഒന്നെങ്കിൽ റൊമാരിയോ ഷെപ്പേഡിനെ ഇറക്കുക. ഇൻ കേസ് ഷെപ്പേഡിന് ബാറ്റ് ചെയ്യാൻ പറ്റിയില്ല, മീൻസ് അങ്ങനെ ഒരു അവസരം വന്നില്ല എന്നുണ്ടെങ്കിൽ ഷെപ്പേഡിന് പകരം സെക്കൻഡ് ഇന്നിങ്സ് ആകുമ്പോൾ ജേക്കബ് ഡുഫീനെ ഇറക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബാംഗ്ലൂർ സ്ട്രോങ് ആയിരിക്കും. അല്ലെങ്കിൽ ഇറക്കേണ്ട ഫോർമേഷൻ ഇപ്പോൾ ഉള്ള സെയിം ടീമിൽ ഷെപ്പേഡിനെ മാറ്റി പകരം ഹേസൽവുഡിനെ കൊണ്ടുവരികയും, അതുപോലെ ഈയിടെ ഒരു അഭിനവ് എന്ന് പറഞ്ഞൊരു ബോളർ, പുള്ളിയുടെ പേര് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പുള്ളിനെ പുറത്താക്കി പകരം വെങ്കിലേഷനെ കൊണ്ടുവരികയാണെങ്കിൽ ബാറ്റിങ്ങും ഓക്കെ ആകും, അതുപോലെ തന്നെ ബോളിങ്ങും ഓക്കെയാണ്. കാരണം ഹേസൽവുഡും ഈ ജേക്കബ് ഡുഫിയും കൂടെ ഒരുമിച്ച് വന്നിട്ട് പവർ പ്ലേ തന്നെ എറിയുകയാണെങ്കിൽ, 2 ഓവറുകൾ എറിയുകയാണെങ്കിൽ എതിർ ടീമിന്റെ എന്തായാലും 1-2 വിക്കറ്റുകൾ ഉറപ്പായിട്ടും അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ആ കൂട്ടത്തിൽ തന്നെയാണ് ഭുവനേശ്വർ കുമാർ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രീമിയം ബോളർ ഉള്ളത്. അപ്പൊ ബാംഗ്ലൂരിന്റെ ബോളിംഗ് വളരെ സ്ട്രെങ്ത് ആകും. കാരണം ഇത്രയും 18 കൊല്ലം കളിച്ചതിൽ ഏറ്റവും മികച്ച ബോളിംഗ് ഇപ്പോഴാണ് ബാംഗ്ലൂരിന് സെറ്റായത്. എന്തായാലും ചെന്നൈ സൂപ്പർ കിങ്സും RCB തമ്മിലുള്ള മത്സരം ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വരാൻ പോവുകയാണ്. അപ്പൊ ചെന്നൈ എന്ന് പറഞ്ഞ ടീം ഇപ്പൊ നമുക്ക് വളരെ വീക്കായിട്ട് തോന്നുകയാണ്. അപ്പൊ അവർക്ക് ഈ കളി ജയിച്ചില്ലെങ്കിൽ അവരുടെ ഒരു അഭിമാനത്തെ, അല്ലെങ്കിൽ ഫാൻസിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന മത്സരമായിട്ട് മാറാം. കാരണം അവർക്ക് ബോളിംഗ് തരാം 1 വീക്കായിട്ടാണ്. കാരണം ബാംഗ്ലൂർ ചിന്നസ്വാമി പോലത്തെ ഒരു ബാറ്റിംഗ് പർദീസയിലായിട്ട് വരുമ്പോൾ ഈ ബോളിംഗ് വെച്ചാണെങ്കിൽ ബാംഗ്ലൂരിന്റെ ബാറ്റ്സ്മാൻമാർ എടുത്തു കൊടുക്കും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യം. ഇതിലും പല കമ്മിറ്റികളും ഇടുന്നുണ്ട്. ആദ്യത്തെ 2 കളികൾ 200 മുകളിൽ സ്കോർ പോയി. മുംബൈയുടെ മത്സരം നമ്മൾ കണ്ടതാണ്. മുംബൈ കൊൽക്കത്തയായിട്ടുള്ള മത്സരത്തിൽ 200 മുകളിൽ റൺസ് പോയി. രോഹിത് ശർമ്മ റിക്കൾട്ടന് ഫോം ആയിരുന്നു. അതുപോലെ RCB SRG 200 മുകളിൽ റൺസ് പോയി. അപ്പൊ പലരും പറഞ്ഞത് ക്രിക്കറ്റിന്റെ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടു എന്നാണ്. തരത്തിൽ പറഞ്ഞാൽ നമുക്ക് അതിനോട് വളരെ യോജിക്കാം. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞത് ബൗളറിന്റെ ബാറ്റ്സ്മാൻമാർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കളിയാണ്. ഒരുപാട് ഫ്ലാറ്റ് പിച്ചും കാര്യങ്ങളും ഇപ്പൊ വരുന്ന സമയത്ത് എന്താ മെയിനായിട്ട് നടക്കുക? ബൗളർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ബാറ്റ്സ്മാൻമാർ 240 മുകളിൽ സ്കോർ ചെയ്താലും സെക്കൻഡ് ഇന്നിങ്സിൽ 6 ഓവർ പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ നമുക്ക് കളിയുടെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇവര് ആര് ജയിക്കും, ആര് തോക്കും എന്നുള്ളത്. അതാണ് ഈ ഫ്ലാറ്റ് പിച്ച് കളിച്ചുള്ള ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ്. പക്ഷേ അതേസമയം ഒരു നോർമൽ 2 പേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഗ്രൗണ്ടിൽ കളിക്കുകയാണ് ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ആ മത്സരം ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. ഇപ്പൊ 180 എന്നൊക്കെ പറയുന്നത് 2022 മുന്നിൽ വളരെ വലിയ സ്കോർ ആയിരുന്നു. ഇപ്പൊ ഈ 200-240 സൈസ് സ്കോർ അല്ല. നമുക്ക് 2022 കഴിഞ്ഞൊരു 3 വർഷം നോക്കുകയാണെങ്കിൽ 108 മുകളിൽ 200+ സ്കോർ IPL വന്നിട്ടുണ്ട്. 2008 തൊട്ട് 2022 വരെ ആകെ വന്നത് 108, 200 മുകളിലുള്ള സ്കോറാണ്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം ബാറ്റിംഗ് ഫ്രണ്ട്ലിയാണ് IPL. പക്ഷെ 2 പേർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ കളി ഒരു ഇൻട്രസ്റ്റിംഗ് ആകത്തുള്ളൂ. കാരണം നമ്മളെ പോലുള്ള വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കളിയെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. അപ്പം നമുക്ക് അവസാന ബോൾ വരെ ഒരു ഇൻട്രസ്റ്റിംഗ് വേണം. കാരണം അവസാനം ചിലപ്പോൾ ബുംറ അങ്ങനെ കുറേ ബോളർമാരുണ്ട്, ഇവരൊക്കെ എറിഞ്ഞു പിടിച്ച് നിൽക്കുന്ന കളികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം 2016 കുറിച്ച് ഞാൻ പറഞ്ഞു. 2016 ഫൈനലിലൊക്കെ ഞാൻ അന്ന സമയത്ത് നമ്മൾ ത്രില്ലോടെ കണ്ടിരുന്ന മത്സരങ്ങളാണ്. എപ്പോൾ കളി എന്ന് പറഞ്ഞാൽ എപ്പോഴുള്ള അതിൻ്റെ ഒരു ഇത് മാറാം. ഇപ്പം ഞാനൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, അപ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് മാറുവാണെങ്കിൽ വിക്കറ്റ് വന്ന് ചില അന്ധവിശ്വാസം പോലെ നമുക്ക് ആ സമയത്തുണ്ടായിരുന്നു. കാരണം അത്രയും ത്രില്ലിങ് മത്സരങ്ങളായിരുന്നു എന്നുള്ളത്. ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും. 10 ഓവർ കഴിഞ്ഞാൽ ഓക്കെ ഈ ടീം ജയിച്ചു, ഇവരുടെ ബാറ്റിംഗ് സ്ട്രോങ് ആണ്, വിക്കറ്റ് പോകുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഇനി തൊട്ട് BCCI അടുത്ത IPL തൊട്ടെങ്കിലും ഈ ഫ്ലാറ്റ് പിച്ച് ഒഴിവാക്കുകയാണെങ്കിൽ കളി കുറച്ചുകൂടെ രസമായിരിക്കും.